ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 5 നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയായ ദിവസമാണിന്ന്. സോ ഇന്നലത്തെ മാർക്കറ്റ് വളരെ ചെറിയ റിവോർഡ് കൂടിയാണ്. കാരണം 14 ദിവസത്തെ അപ്സൈഡിന് ശേഷം ഉള്ള ഒരു ഡൗൺ സൈഡ് ക്ലോസിംഗ് ആണ് ഇന്നലെ കിട്ടിയത്. സെൻസെക്സിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിൽ നിഫ്റ്റി 25,198, അതായത് 25,200 അടുപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ലെവലുകൾക്കിടയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തി. അതിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ചെറിയ തോതിലാണെങ്കിലും ബൈയിങ് പൊസിഷനിലായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കൻ വിപണിയിൽ വന്നിരിക്കുന്ന PMI ഡാറ്റ കുറച്ച് നെഗറ്റീവ് ആയതാണ് അമേരിക്കൻ വിപണിയിൽ ഇടിവിന് കാരണമായത്. അതിനെ തുടർന്നാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും ഒക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിളിച്ചത്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റിനെയും മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത്രമാത്രം സെല്ലിംഗ് വന്നില്ല എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ. കാരണം നമ്മൾ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡേ ഹൈനടുപ്പിച്ചാണ് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോഴും മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് 81 പോയിൻറ്റിൻ്റെ പോസിറ്റീവ്നെസ്സോടുകൂടിയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മോഡറേറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം പ്രത്യേകിച്ചും 25,300, 350 ലെവലുകളിൽ നിഫ്റ്റി റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 25,350 മുകളിൽ മാത്രമാണ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുക. അതേസമയം സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടേഴ്സിൽ അതിപ്പോൾ സ്മോൾ ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും ബൈയിങ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഇപ്പോൾ ഡിഫൻസ് പോലുള്ള സെക്ടറുകളിലൊക്കെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക്, സെലക്ടഡ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, ഹോസ്പിറ്റൽ സെഗ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള മെറ്റൽ കൗണ്ടറുകൾ വീക്കാണ്. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകളിൽ ന്യൂസുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ വളരെ വ്യക്തമാണ്. അമേരിക്കൻ വിപണികൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരിയ നഷ്ടത്തോടു കൂടി തന്നെയാണ്. ഡോ ജോൺസ് നേരിയ ലാഭം, അതുപോലെ തന്നെ നാസ്ഡാക്കിലും ഇൻഡെക്സുകളിലൊക്കെ തന്നെ നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ക്രൂഡ് വീണ്ടും $72 വന്നിരിക്കുന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ പെയിൻറ്റ് പോലുള്ള സെക്ടറുകളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ പോസിറ്റീവ് പൊസിഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലും ട്രേഡേഴ്സിനും ഒരു കോൺഫിഡൻസ് നൽകുന്നു എന്ന് വേണം പറയാൻ. അപ്പം ഇൻഡെക്സുകളിൽ ഫോക്കസ് ചെയ്യാതെ സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അതുപോലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ചെറിയ രീതിയിലുള്ള ഒരു സ്ലഗിഷ്നെസ്, അതായത് ഒരു ട്രിഗറിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് 25,100, 150 ലെവലുകളിൽ ഡൗൺ സൈഡിലും 25,300, 350 ലെവലുകളിൽ അപ്പ് സൈഡിലുമാണ് റെസിസ്റ്റൻസ് സോണുകളായിട്ടുള്ളത്. 25,100, 25,350 എന്ന റേഞ്ചുകളിലായിരിക്കും നിഫ്റ്റിയുടെ ട്രജക്ടറി ഉള്ളത്. ഇപ്പോൾ വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എത്രമാത്രം മുകളിലെ ലെവലുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസസിനുമായിട്ട് ഞങ്ങളുടെ വാട്സപ്പ്, ടെലിഗ്രാം ചാനലുകളിലേക്ക് മാത്രം ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കുള്ള എൻട്രി അതുവഴി മാത്രമായിരിക്കും. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുൻപ് സെപ്റ്റംബർ 5 ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. ഞാനൊരു ഞാനും ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും, നമ്മുടെ എല്ലാവരെയും പഠിപ്പിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരെയും തന്നെ ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. അവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദിനം മുന്നോട്ട് പോകുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും റിലയൻസിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സെപ്റ്റംബർ 5 ബോണസ് ഇഷ്യൂമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ മാട്രിമോണി ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ മാട്രിമോണി അവരുടെ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. AB ഫാഷൻ അവരുടെ ബോർഡ് മീറ്റിംഗ് ഫണ്ട് റേസിങ്ങിനുള്ള സാധ്യതകൾ കാണുന്നു. മറ്റൊന്ന് IT-യും അതുപോലെ തന്നെ IT-യും മെറ്റലും
പ്രത്യേകിച്ചും ഗ്ലോബലി ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിന് അനുസരിച്ചിട്ടുള്ള പ്രതികരണം നമുക്ക് ഈ 2 സെക്ടറുകളിൽ നിന്നും കിട്ടും. അതിന് പുറമെ ഇനി പ്രധാനപ്പെട്ട മറ്റുള്ളത് റെയ്മണ്ടിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ലിസ്റ്റിംഗ് ആണ് ഇന്ന് വരുന്നത്. അത് റെയ്മണ്ട്സ് അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ റെയ്മണ്ടിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ലിസ്റ്റിംഗ് വരുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് അടുത്ത 10 ദിവസത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് ഡെലിവറി ബേസിൽ മാത്രമേ വാങ്ങാനുള്ള ഓപ്ഷനുള്ളൂ. സോ T+1 സെറ്റിൽമെൻറ്റിലേക്കായിരിക്കും ഇത് പോവുക. അത് ഓർമ്മിക്കുക. ഇതിൽ ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാരണം ഇത് മേടിച്ചാൽ പിറ്റേന്ന് മാത്രമേ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ കാര്യം നോക്കുന്ന സമയത്ത് ഒല IPയുമായിട്ട് ബന്ധപ്പെട്ട ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് ലോക്കിംഗ് പീരീഡ് 50% നാളെ വെള്ളിയാഴ്ചത്തേക്ക് കഴിയുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഓല ഇലക്ട്രിക്കും വെള്ളിയാഴ്ച സ്റ്റോക്ക് ഫോക്സിൽ വരാനുള്ള സാധ്യതയുള്ള ഓഹരിയാണ്. ഇനി സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നലെ ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റിയുടെ ഒരു വാർത്ത വന്നിരുന്നു. ഇന്നലെയല്ല 2 ദിവസമായിട്ട് അതിൻ്റെ ഫോക്കസ് ഇന്നലെ ഡിഫൻസ് ഓഹരികളിലൊക്കെ തന്നെ കണ്ടു. ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റിയുടെ 1,01.45 ലക്ഷം കോടി രൂപയുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട അനുമതികളാണ്. പ്രത്യേകിച്ച് 99% ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുകളും ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള സ്വദേശി കമ്പനികളിൽ നിന്നും പ്രൊക്വയർ ചെയ്യാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. 10 വലിയ കോൺട്രാക്റ്റുകളായിട്ടാണ് ഇത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മുതൽ കോസ്റ്റ് ഗാർഡിന് ഉള്ള പെട്രോൾ വെസൽ ഡോണിയർ 228 എയർക്രാഫ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള കരാറുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്ക് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട FRCV ബൈങ് അപ്രൂവലിന് വന്നിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ ലേവലി കോമ്പാക്റ്റ് വെഹിക്കിൾ എന്നുള്ളതാണ് പറയുന്നത്. ഇത് HAL ആണ്, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള HAL ആണ് ഇത് ഡോണിയർ 228 ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ HAL കമ്പനികൾ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ HAL ആണ്. HAL ഓൾറെഡി ഇപ്പോൾ തന്നെ 1,20,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് നിലവിലുള്ള ഒരു കമ്പനിയാണ്. മസ്ദാവ് ഡോക്കുമായിട്ട് ബന്ധപ്പെട്ട് 40,400 കോടി രൂപയുടെ ഓർഡർ ബുക്ക് അവർക്ക് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡൻസ് ഈസ്റ്റ് ഷിപ്പ് ബിൽഡേഴ്സ് 2,531 കോടി രൂപയുടെ ഓർഡർ ബുക്ക്. ഭാരത് ഫോർജ് 5,400 കോടി രൂപയുടെ, കൊച്ചിൻ ഷിപ്പ് യാർഡ് 22,200 കോടി രൂപയുടെ ഓർഡർ ബുക്ക്, ഭാരത് ഡൈനാമിക്സ് 19,430 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഒക്കെ തന്നെയുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോഴുള്ള ഈ ഓഹരികളുടെ വരിക, അല്ലെങ്കിൽ ഈ ഒരു രീതി വഴി ഓർഡറുകൾ വരാനുള്ള സാധ്യതകളും. സോ ഈ കമ്പനികളെ സംബന്ധിച്ച് ഈ വർഷങ്ങളോളം പണിയെടുത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ഒരു കോൺട്രാക്റ്റിന് മുകളിൽ വർക്ക് ചെയ്യുമ്പോഴുമാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യമുള്ളത്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പല ഡിഫൻസ് ഓഹരികളിലും ഇന്നലെയും ഒരു ബൈയിങ് ദൃശ്യമായിരിക്കുന്നത്. സോ എനിക്ക് ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് വളരെയേറെ ഹൈ വാല്യൂഷനിലാണ് ഇപ്പോഴത്തെ ഓഹരികൾ ഓൾറെഡി കറക്റ്റ് ചെയ്ത് കുറച്ചൊന്ന് കൂൾ ഓഫ് ചെയ്ത് വരികയായിരുന്നു. ആ സമയത്താണ് പിന്നീടും ന്യൂസുകൾക്ക് പുറമെ പോയി സ്റ്റോക്കുകൾ വലിയ രീതിയിലുള്ള ബൈയിങ് ദൃശ്യമാകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഡിഫൻസ് സ്റ്റോക്കുകളിൽ 1-2 വർഷത്തേക്കുള്ള ഒരു ഔട്ട്ലുക്കോട് കൂടി മാത്രമേ വളരെ സെലക്റ്റീവായിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റുകളിൽ, ഡിഫൻസ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. എല്ലാ സ്റ്റോക്കുകളിലും നിങ്ങൾക്ക് അങ്ങനെയാണ് ഡിഫൻസ് സെക്ടറിൽ അത്രയും പോസിറ്റീവ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫൻസ് ഫണ്ടുകളോ മറ്റോ വാങ്ങി അതുവഴി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വാല്യുവേഷൻസ് അട്രാക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം ഡിഫൻസ് സ്റ്റോക്കുകളിലെ പൊസിഷൻസ് എടുക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് ഈ ഒരു അവസരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സോഡ ആഷുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയിലെ സോഡ ആഷുമായിട്ട് ബന്ധപ്പെട്ട വില വർധനവ് നടന്നുകൊണ്ടിരിക്കുന്നു. 4%-ലധികമാണ് ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് സോഡ ആഷിന് ചൈനയിൽ വന്നിരിക്കുന്നത്. അത് ഗ്ലോബൽ മാർക്കറ്റിലും നല്ല രീതിയിൽ സോഡ ആഷിനുള്ള വില പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള DCW, അതുപോലെ തന്നെ ഗ്രാസിം, ഗുജറാത്ത് അൽക്കലി പോലുള്ള കമ്പനികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരാനുള്ളത്. ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് പക്ഷേ പിൻകാലങ്ങളിൽ നമുക്ക് നോക്കുന്ന സമയത്ത് സോഡ ആഷിൻ്റെ വില ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോക്ക് പ്രൈസുകളിൽ ഈ ഒരു ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവുമെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള മാറ്റം ഈ സ്റ്റോക്കുകളിലൊന്നും തന്നെ കണ്ടിട്ടില്ല. സോ 3-4 കമ്പനികളാണ് ഇന്ത്യയിൽ നിന്നും സോഡ ആഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയില്ലെങ്കിൽ കാസ്റ്റിക് സോഡ ആഷുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ളത്. ഒന്ന് ഗ്രാസിമാണ്. അവരുടെ ഏകദേശം 11% ആണ് ഇത് ഉണ്ടായിരുന്ന റവന്യൂ ആണ് ഇപ്പോൾ 5% അല്ലെങ്കിൽ 11% നിന്നും 5% ഇവരുടെ മാർജിൻ കഴിഞ്ഞ വർഷത്തു ഈ വർഷത്തേക്ക് നോക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ട്. അത് 56% സെയിൽസും ഇവരുടെ ഈ കാസ്റ്റിക് സോഡ വഴിയാണ് വരുന്നത് എന്നുള്ള, സോഡ ആഷ് വഴിയാണ് വരുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് അൽക്കലിയുടെ 41% ഷെയറും DCWയുടെ 36% സ്റ്റേക്കും 36% വരുമാനവും വരുന്നത് കാസ്റ്റിക് സോഡ ആഷ് വഴിയാണ്. സോ
വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിലും ഇതിൻ്റെ അപ്സൈഡ് കണ്ടിട്ടുണ്ട്. ഏകദേശം 5% വർധനവ് ഇന്ത്യയിലും ഈ പറയുന്ന സോഡ ആഷുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സോ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ തന്നെ വില വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കമ്പനികളിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട 3 കമ്പനികളാണ് ഗ്രാസിമും, ഗുജറാത്ത് ആൽക്കലി, DCW പോലുള്ള ഓഹരികൾ. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വളരെയേറെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. കാരണം $70 അടുപ്പിച്ചാണ് ഇപ്പോൾ ക്രൂഡ് സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിൽ 2-3 കാരണങ്ങളാണ് ഈ ഒരു ക്രൂഡ് ഇടിവിന് കാരണമാവുന്നത്. അതിലൊന്ന് നമുക്ക് ലിബിയയിൽ നിന്നുള്ള വാർത്തകളാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയയിലെ ക്രൂഡ് പ്രൊഡക്ഷനും അതിൻ്റെ എക്സ്പോർട്ടും തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്നും സംഘർഷം കനക്കുന്ന മേഖലയിലേക്കും ലിബിയ മാറി അത് സാധാരണ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലിബിയയിൽ നിന്നുള്ള ക്രൂഡ് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയും ആഗോള വിപണികളിലേക്ക് ലിബിയ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് സപ്ലൈ സ്ട്രോങ് ആവുന്നതിൻ്റെ ലക്ഷണമായിട്ട് ഇതിൻ്റെ പ്രൈസിൽ കുറവ് കണ്ടു എന്നുള്ളതാണ്. രണ്ടാമത്തത് US-ഉം ചൈനയും അവർ രണ്ടും പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സാണ് ഈ പറയുന്ന ക്രൂഡിൻ്റെത്. അപ്പോൾ 2 പേരുടെയും ഡിമാൻഡിൽ വളരെയേറെ വ്യത്യാസം കുറവ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇതും ഇത് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ചെറിയ രീതിയിലുള്ള ഇടിവിന് കാരണമാക്കിയെന്ന് വേണം പറയാൻ. മറ്റൊന്ന് OPEC രാജ്യങ്ങൾ, അതായത് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ, അവിടെ അവർ ഒക്ടോബർ മുതൽ ഈ കുറച്ചിരിക്കുന്ന ക്രൂഡ് പ്രൊഡക്ഷൻ കൂട്ടും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് നോക്കുന്ന സമയത്താണ് ക്രൂഡിൽ നല്ല രീതിയിലുള്ള ഇടിവിന് സാധ്യത കണ്ടത്. അത് $72 അടുപ്പിച്ച് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ 3-4 കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ക്രൂഡ് ചില സമയങ്ങളിൽ ഇനി ഒരു വലിയ രീതിയിലുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ചിലപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ HPCL, BPCL പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്. അവർക്ക് ചെറിയ രീതിയിലുള്ള പൈസയൊക്കെ ക്രൂഡ് കിട്ടുന്നു. പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് ദീപാവലിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹോം ഡിക്വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികളിൽ പ്രാധാന്യമുണ്ടാകും. അതിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, നെറോലാക്ക്, കാൻസൈൻ നെറോലാക്ക്, അതുപോലെ തന്നെ ബർജർ പെയിൻറ്റ് പോലുള്ള കമ്പനി. ബർജർ നമ്മുടെ ഒരു ഫേവറേറ്റ് പിക്കായിരുന്നു, ഓൾറെഡി നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. സോ ബർജർ പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. അവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്നത് കൊണ്ട് തന്നെ മാർജിൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത, റിലയൻസിന് 10 ഗിഗാവാട്ടിൻ്റെ ഒരു ബാറ്ററി മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങാൻ സെൻട്രൽ ഗവൺമെൻറ് അനുമതി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ 10 ഗിഗാവാട്ടിന് ഏകദേശം 3620 കോടി രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് വഴിയാണ് ഈ ഒരു ACC ബാറ്ററി സ്റ്റോറേജിന് ഗവൺമെൻറ്റിന് റിലയൻസിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പല ന്യൂസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സെബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സെബി F&O ട്രേഡ് അല്ലെങ്കിൽ F&Oയുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് കുറച്ചുകൂടി ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് സെബിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പക്ഷേ സെബിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൺഫർമേഷനോ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സെബി 5ഓളം റെക്കമെൻഡേഷൻസ് എടുത്തിരുന്നു. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ കൂടുതൽ ട്രേഡേഴ്സ് നഷ്ടം വരുത്തുന്നു. 50,000 കോടിയിലധികം രൂപ നഷ്ടം കഴിഞ്ഞ വർഷം മാത്രം ട്രേഡേഴ്സിന് സംഭവിച്ചു ഈ ഒരു സെഗ്മെൻറ്റിൽ. അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോളിസികൾ നിശ്ചയിക്കണമെന്നും അതുവഴി F&O ട്രേഡുകളെ കൺട്രോൾ ചെയ്യണമെന്നും വിദഗ്ധ സമിതി സെബിയോട് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാൻ സെബി ആവശ്യപ്പെട്ടിരുന്നു. അതിൽ തൂന്നിക്കൊണ്ട് മുന്നോട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലുള്ള റെഗുലേഷൻസ് കൃത്യമായി നടത്തുമെന്നാണ് സെബി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ 3000-ഓളം ആൾക്കാർ, അതായത് ഒരു വിദഗ്ധ സമിതിയെ വെച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു ഒപ്പീനിയൻ പബ്ലിക്കിനോട് ചോദിച്ചിരുന്നു. അതിൽ 3000-ഓളം ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാരും ഏകദേശം 3000-ഓളം റെസ്പോൺസ് വരികയുണ്ടായി. അതിൽ മാർജിൻ കൂട്ടുക, അപ്രണ്ട് മാർജിൻ കൂട്ടുക, വീക്കിലി എക്സ്പയറി കുറക്കുക എന്നുള്ള പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത് 2 തരത്തിൽ ഈ ഒരു പ്രപ്പോസൽസ്, ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്ന പ്രപ്പോസൽ, ജനങ്ങളിൽ നിന്നും ആരാഞ്ഞിരിക്കുന്ന അവരുടെ റെസ്പോൺസ്, ഇതൊക്കെ തന്നെ സെബിയുടെ ബോർഡ് മീറ്റിങ്ങിൽ വെച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള നിയമം പാസ്സാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സെബി അങ്ങനെയല്ലാതെ ചിലപ്പോൾ ഒരു അനൗൺസ്മെൻറ്റിന് മുതിർന്നേക്കാം എന്നുള്ള വാർത്തകളാണ് വീണ്ടും ചെയ്തത്. അങ്ങനെ F&O സെഗ്മെൻറ്റിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിലൊരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ സെബിക്ക് അയച്ചിരിക്കുന്ന ഒരു മെയിലിനും സെബി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നടക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ F&O സെഗ്മെൻറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ്, പ്രത്യേകിച്ചും റെഗുലേറ്ററി അനൗൺസ്മെൻറ്റ്, റൂൾസൊക്കെ കുറച്ചുകൂടി ടൈറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളായിട്ടുള്ളത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യം
കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ചിട്ടും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള കൗണ്ടറുകളിലും സെക്ടറുകളിലും മാത്രമാണ് ഇപ്പോൾ നിക്ഷേപം എത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയായിട്ടാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. 25,300 350 ലെവലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. അതിന് മുകളിൽ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് നിഫ്റ്റിക്ക് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതേസമയം 25,050 25,100 ഇടയിലുള്ള ആണ് ഒരു ലോവർ സൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു ബൈ റേഞ്ചിൽ നിഫ്റ്റിക്ക് കുറച്ചെങ്കിലും നമുക്ക് ബൈ ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒന്ന് കറക്ഷൻ വരികയാണെങ്കിൽ നോക്കിയിട്ട് അടുത്ത ലെവലുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതുവഴി മാത്രം അല്ലെങ്കിൽ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.